റിലീസിനൊരുങ്ങുന്ന പൊങ്കാല എന്ന ചലച്ചിത്രത്തിന്റെ ചിത്രീകരിച്ച ഭാഗങ്ങൾ പുറത്തുവിട്ടു എന്നാരോപിച്ച് ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ സിനിമയുടെ സംവിധായകൻ എ.ബി. ബിന്നിൽ പരാതി നൽകിയിരിക്കുകയാണ്. ശ്രീനാഥ് ഭാസി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിലെ ചില ഭാഗങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു എന്നതാണ് പരാതി. ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫൈസൽ ഷാക്കെതിരെയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ സംവിധായകൻ തന്നെ പരാതി നൽകിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള പ്രധാന രംഗങ്ങളാണ് ഇത്തരത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാവുന്ന ഒന്നാണ്. പല സിനിമകളുടെയും പ്രധാനപ്പെട്ട സിനിമകളുടെയൊക്കെ ചിത്രീകരണം ഒരു കാരണവശാലും ആ സിനിമ തിയേറ്ററിൽ എത്തുന്നതുവരെ പുറത്ത് അറിയരുത് എന്നുള്ള നിഷ്കർഷയും നിബന്ധനയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും രജനീകാന്തിൻ്റെയൊക്കെ പടങ്ങൾ, ചില പ്രത്യേക പടങ്ങളുടെ ചിത്രീകരണം ആരംഭിച്ച് അത് തിയേറ്ററിൽ എത്തുന്നതുവരെയും അതുമായി ബന്ധപ്പെട്ട ഒരു നിശ്ചല ചിത്രം പോലും, ഒരു സ്റ്റിൽ ഫോട്ടോ പോലും പുറത്ത് വരരുത്. ആ രീതിയിൽ അതിലെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സാങ്കേതിക വിഭാഗത്തിലുള്ള പ്രവർത്തകർക്കുമെല്ലാം നിർദ്ദേശം നൽകിയിട്ടുള്ള കാര്യങ്ങൾ സിനിമാ വാർത്തകളുടെ കൂട്ടത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ പൊങ്കാല എന്ന സിനിമ റിലീസിനൊരുങ്ങാനിരിക്കെ ആ സിനിമയുടെ ഷൂട്ടിംഗ് ഭാഗങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. കാരണം വലിയ വിലപിടിപ്പുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സിനിമ ചിത്രീകരിക്കുന്നു. മറുഭാഗത്ത് ആ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൊബൈൽ ഫോണിൽ അതേ രംഗം മറ്റൊരു ആംഗിളിൽ നിന്ന് ചിത്രീകരിച്ചിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രചരിപ്പിച്ചതിൽ ഏറ്റവും വലിയ ഒരു ദുഷ്ടത എന്ന് പറയുന്നത് അതിലെ ക്ലൈമാക്സ് രംഗങ്ങൾ കൂടി ആ രീതിയിൽ ചിത്രീകരിച്ചിട്ട് പ്രചരിപ്പിച്ചു എന്നാണ് ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള എ.ബി. ബിന്നിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്തു? എന്താണ് അതിന് അയാളെ പ്രേരിപ്പിച്ച കാര്യം? ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അതിലൂടെ ലഭിക്കേണ്ടിയിരുന്ന ഒരു ലൈക്ക് വാല്യൂ അല്ലെങ്കിൽ വ്യൂവേഴ്സ് വാല്യൂ ആണോ, അതോ ഈ സിനിമയെ അട്ടിമറിക്കുക, ഈ സിനിമയെ തിയേറ്ററിൽ എത്തുന്ന മുമ്പേ പൊളിച്ചു കളയുക, അതിൻ്റെ ക്ലൈമാക്സ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഈ സിനിമ ഇനി തിയേറ്ററിൽ പോയി ആരും കാണേണ്ടതില്ല, ഇതാണിതാ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന രീതിയിൽ അതിനെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ഈ സിനിമയെ അട്ടിമറിക്കുകയുമാണോ, അതോ സംവിധായകനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളുണ്ടായി അതിൻ്റെ പ്രതികാരം തീർക്കുകയാണോ? ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾക്ക് പോകേണ്ടതുണ്ട്. പൊങ്കാല സിനിമയുടെ ഷൂട്ടിംഗ് ഭാഗങ്ങൾ പുറത്തുവിട്ടു എന്നാരോപിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് സിനിമയുടെ സംവിധായകനായിട്ടുള്ള എ.ബി. ബിന്നിൽ. ഇപ്പോൾ എ.ബി. ബിന്നിൽ നമ്മോടൊപ്പം ചേരുന്നു. എ.ബി. ബിന്നിൽ, ഈ വാർത്ത വിശദമായി നൽകിയതിന് ശേഷം ഞാൻ 3 ഊഹാപോഹങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ അസിസ്റ്റന്റ് ഡയറക്ടറെ സംബന്ധിച്ചിട്ട് എന്തായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ചേതോ വികാരം? ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ലൈക്കുകളും വ്യൂസും കിട്ടുക എന്നുള്ളതാണോ, അതോ ഈ സിനിമ ജനം കാണരുത്, അതുകൊണ്ട് അതിനുവേണ്ടി ഇപ്പോൾ തന്നെ അതിൻ്റെ ക്ലൈമാക്സ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഈ സിനിമയെ അട്ടിമറിക്കുക എന്നുള്ളതാണോ? താങ്കളുമായിട്ടോ നിർമ്മാതാവുമായിട്ടോ എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്നും സംവിധായകനായിട്ടുള്ള എ.ബി. ബിന്നിൽ നമ്മോടൊപ്പം ചേരുകയാണെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ തന്നെയുണ്ടല്ലോ, പറഞ്ഞോളൂ. നമസ്കാരം. ഞാൻ ഓൾറെഡി ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ പോലും ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ പരാതിപ്പെടുകയോ ഇതുപോലുള്ളൊരു സംഗതി ഞാനിങ്ങനെ സംസാരിക്കാൻ ഇടവരുത്തു ഞാൻ തന്നെ ഇതിന് പിന്മാറിയല്ലേ. പക്ഷെ ഇത് നമ്മൾ അത്രയും വിശ്വസിച്ച് കൂടെ നിർത്തുന്ന ആ സംവിധായകർ എല്ലാവിധ എന്താ പറയാ ഫ്രീഡവും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു സീനാണെങ്കിലും അതിനകത്ത് തന്നെ സ്റ്റില്ലുകൾ എടുക്കുന്നുണ്ട്, സീനുകളിൽ ഇതുപോലെ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അവർ ട്രസ്റ്റ് ചെയ്തിട്ട് അവരെ ഏൽപ്പിക്കുന്നതാണ്. കാരണം അതിന്റെ കണ്ടിന്യൂറ്റി അടുത്ത സീനിലേക്ക് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ കാണിക്കുന്ന ഈ പരിപാടികൾ എനിക്കുമൊന്നല്ല, മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഒരിക്കലും ഒരാളും ഒരു അസിസ്റ്റന്റ് ഡയറക്ഷൻ ചെയ്യാൻ പാടാത്തൊരു പരിപാടിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. എക്സ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സ് അത്രയധികം ഒരു ട്വിസ്റ്റ് കൂടിയിട്ടുള്ള സംഗതിയായിരുന്നു. അത് ഞാൻ വളരെ എന്താ പറയാ പ്രതീക്ഷയോടിരിക്കുന്ന ഒരു സീക്വൻസ് ആണ്. ആ സാധനം അവനതിനെങ്ങനെ സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരാതി പറയുന്നത്. എനിക്കിപ്പോ ആ ഒരു സിനാരിയോ ചേഞ്ച് ചെയ്ത് ഞാനിപ്പോ വേറൊരു സീൻ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഞാനിപ്പോ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനാരിയോ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഈസി അല്ല. അതിന് വരുന്ന ചെലവുകള് 1-2 ഒരു 1-2 കോടി രൂപയെങ്കിലും വേണം ഇനി ഞാൻ അത് റീഷൂട്ട് ചെയ്യണമെങ്കിൽ. അത്രയധികം എക്സ്പെൻസീവ് ആയിരുന്നു ആ ലൊക്കേഷൻ. അവനറിയാം അത് വെരി വെൽ.
എന്നിട്ട് അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. വളരെയധികം എനിക്ക് ഉത്തരം കിട്ടാത്തൊരു വലിയൊരു ചോദ്യമായിട്ട് ഇപ്പൊ നിൽക്കണം. ഞാൻ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ മാത്രമല്ല, ഇതിപ്പോ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റേതായ രീതിയിൽ പ്രൊസീഡ് ചെയ്തിരിക്കുന്നു. ഇനി ബാക്കി പ്രൊഡക്ഷൻ കമ്പനി അവൻ അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അതിന് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത്, മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുന്നത് ആ സമയത്ത് തന്നെ ശ്രദ്ധയിൽപ്പെടേണ്ടതല്ലേ? സാധാരണഗതിയിൽ ഓരോ ചിത്രീകരണ ഇടത്തിലും ഓരോ നിബന്ധനകൾ വെക്കുമല്ലോ, നമ്മളുടെ ഈ സിനിമയുടെ ചിത്രീകരണത്തിൽ ഇന്ന വ്യവസ്ഥകളുണ്ട് എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയാണോ ചെയ്തത്? അല്ല, അതാ ഞാൻ പറഞ്ഞേ, ഇയാള് നിരവധി സിനിമകൾ ചെയ്തു വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്ത പടമല്ല പൊങ്കാല. ഓക്കെ, ഈ പൊങ്കാലയിൽ ഇയാൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഫ്രീഡമാണ്, അല്ലെങ്കിൽ അയാളുടെ ജോലിയുടെ ഭാഗമാണത്. അയാൾ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റീടേക്ക് പോകുന്നതിനും അല്ലെങ്കിൽ അടുത്തൊരു സീൻ നമ്മളിപ്പോ എഡിറ്റിംഗ് സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലൊക്കെ നമുക്ക് ഇതിന്റെ റിപ്പോർട്ടും പരിപാടികളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു സീൻ എഴുതുമ്പോഴും അതിൻ്റെതായിട്ടുള്ള അതിനെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള തുടങ്ങി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ് കീപ്പ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ വീഡിയോസ് ഉണ്ടാവും. അവരത് വീഡിയോസ് എടുത്തിരിക്കുന്നത് മിക്കവാറും ഈ കോസ്റ്റ്യൂംസ്, ഹെയർ, ഇതുപോലുള്ള കണ്ടിന്യൂറ്റികൾക്ക് തന്നെയാണ് നമ്മൾ അത് എടുപ്പിക്കുന്നത്. അവരുടെ പൊസിഷൻസ് മാറാനോ, ചിലപ്പോൾ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത് മഴ വന്ന് ചിലപ്പോൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ലൊക്കേഷനിൽ പോയിട്ടുണ്ടാവും. നാളെ വീണ്ടും ആ ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഗതി ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോ നോക്കുകയോ അങ്ങനെ അത് ചെയ്തിട്ട് അവർക്കത് പൊസിഷൻ കറക്റ്റ് ചെയ്യാനും അവരുടെ കോസ്റ്റ്യൂംസ്, അവരുടെ ഹെയറും അവരുടെ ലുക്കും അവരുടെ കണ്ടിന്യൂറ്റി, അവരുടെ എന്താണ് അവർ ഇന്നലെ ചെയ്തത്, അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ ഏൽപ്പിക്കുന്നത്. ഇതുപോലെ മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഭീകരമാണ്. അതിഭീകരം. കാരണം അത് ചെയ്യാൻ പാടില്ല. അത് എത്തിക്സ് ആണ്. എത്തിക്സ് ചെയ്യുന്ന തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥത, അത്രയും ഒരു കോൺഫിഡൻഷ്യൽ അല്ലേ. സിനിമ എന്ന നിസ്സാരമാണോ? 10 കോടി രൂപ മുടക്കിയിട്ടാണ് ഞാൻ ഈ സിനിമ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് ഒക്ടോബർ 10 ഞാൻ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന 20-ാം തീയതി അതിന്റെ ടീസർ റിലീസാണ്. ഞാനിപ്പോ ആ ക്ലൈമാക്സ് രംഗം, അത് സിനാരിയോ ഞാൻ പറഞ്ഞില്ലേ, ചേഞ്ച് ചെയ്ത് ഞാനിപ്പോ അത് ഷൂട്ട് ചെയ്യേണ്ടി വരും. എനിക്ക് അതിനുള്ള എക്സ്പെൻസ് തീർച്ചയായിട്ടും ഞാൻ ഇവന്റെ തന്നെ അത് വസൂലാക്കാനാണ് ഞാന്റെയും എന്റെ കമ്പനിയുടെയും തീരുമാനം. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉത്തരം? പ്രതികരിക്കുന്നില്ലയോ? അയാൾ പ്രതികരിക്കുന്നേയില്ല. അയാൾ തെറ്റുപറ്റിപ്പോയി എന്നാണ് പറയണത്. തെറ്റുപറ്റി എന്ന് പറഞ്ഞത് മറുപടി അല്ലല്ലോ, അല്ലേ? നമ്മള് കോടികൾ കൊണ്ടൊന്ന് വെള്ളത്തിൽ കലക്കി കളഞ്ഞിട്ട് അയ്യോ ഞാൻ കണ്ടില്ല, അറിയാതെ ഞാൻ തട്ടിയപ്പോ പോയതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വെള്ളത്തിൽ ഭയങ്കരമായ അവസ്ഥയാണ് ഇത്. ഓരോ അസിസ്റ്റൻസും ഇതുപോലൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പരാതിപ്പെട്ടതും ഇങ്ങനൊരു ന്യൂസ് ചാനലിലൂടെ ഞാൻ സംസാരിക്കേണ്ടി വന്നതും. ഇപ്പോൾ ആ വ്യക്തി പുറത്തുവിട്ടിരിക്കുന്ന ആ ദൃശ്യങ്ങൾ എത്രയോ അധികം പേർ കണ്ടു കഴിഞ്ഞോ, അതോ അത് പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ? ഇനി ബാക്കിയുള്ളവർ കാണാതിരിക്കുക? പിൻവലിച്ചു. ബട്ട് അവൻ പിൻവലിച്ചു. പക്ഷെ അതുകൊണ്ടായില്ല. അടുത്ത ചാനലിൽ, അടുത്ത ഒരു പേജുകളിലും അടുത്ത ആൾ അവനാണ് അതിൽ നിന്ന് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അവരൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുന്നു. അവരിൽ നിന്ന് അടുത്ത ആൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്നെ സംബന്ധിച്ചിട്ട് ഇനി എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാനത് റീഷൂട്ട് ചെയ്യണം. അതന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് അത് പറ്റിപ്പോയതാണ്, അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നിയമപരമായിട്ട് നൽകുന്ന പരാതി ആ രീതിയിൽ നിലനിൽക്കുമോ? അയാള് ഇപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അയാളിപ്പോ പറയാണ് അയ്യോ എനിക്ക് തെറ്റുപറ്റി എന്ന്. ക്ഷമ എന്നോട് ചോദിച്ചുകൊണ്ട് കാര്യമില്ല. ഇതിന്റെ കോസ്റ്റ്, ഇത്രയും എഫേർട്ട്, ഇത്രയും ആളുകൾ 150 പേര് നിന്ന് റൗണ്ടിട്ട് നിന്ന് അല്ലെങ്കിൽ അത്ര ഒരു വലിയ ക്രൂ നിന്ന് ചെയ്യുന്ന സിനിമ, അതിനകത്ത് ഒരാള് ഇങ്ങനെ ചെയ്തിട്ട് സിനിമ മൊത്തം കൊണ്ടൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഇവൻ പറയാണ് തെറ്റുപറ്റി പോയാന്ന് പറഞ്ഞാൽ ഇത് ചിന്തിക്കാനും മനസ്സിലാക്കാനും കോമൺ സെൻസ് ഇല്ലാത്തവരാണോ ഇവിടുത്തെ നിയമപീഠം? ഇതിലെ അഭിനേതാക്കളെല്ലാം മറ്റ് പല പ്രൊജക്റ്റുകളിലേക്ക് മാറിയിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ അത് ക്ലൈമാക്സ് അടക്കമുള്ള രംഗങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ ക്ലൈമാക്സും സസ്പെൻസും ഒക്കെ ചിത്രീകരിക്കണമെങ്കിൽ തന്നെ അവരുടെ ഡേറ്റ് കിട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ഒരു ഹിമാലയൻ ടാസ്കായി മാറില്ലേ? ആണ്, ഭയങ്കരമായിട്ടൊരു ടാസ്ക്കാണ്. എനിക്കത് ഞാനത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും ഇതൊരു സത്യസന്ധമായിട്ടുള്ള സംഗതി ആയതുകൊണ്ടും അവർക്കത് മനസ്സിലാവും. കാരണം ഒരുപാട് പ്രതീക്ഷയിലാണ് എല്ലാവരും. ശ്രീനാഥ് വാസി ഓൾസോ. സോ അവനിപ്പോ ഇവിടെ ഇല്ല, USA പോയിരിക്കുകയാണ്. അവന്റെ ഡബ് വരും തീർത്തിട്ട് അവൻ USA പോയിരിക്കുകയാണ്. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് 10-ാം തീയതി റിലീസ് ചെയ്യണം. ഇത് ഭയങ്കര ഗ്രാൻഡ് പരിപാടിയാണ്. കാരണം ഒരു 10-12 ഫൈറ്റുള്ള ശ്രീനാഥ് വാസിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സോളോ ആക്ഷൻ ഹീറോ ത്രില്ലർ മൂവിയാണിത്. അദ്ദേഹത്തിന്റെ ഇത്രയും ഒരു ലെങ്ത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് വളരെ പ്രതീക്ഷയിലിരിക്കുന്ന ഒരു സിനിമയാണ് തകർക്കാൻ ശ്രമിച്ചത്. അത് അതിന്റെ പിന്നിൽ ചെയ്ത വികാരം എനിക്കറിയില്ല എന്താണ്. ആക്ച്വലി ചിലപ്പോ ഒരുപാട് നാളമായിട്ട് സംവിധാനം ചെയ്യാൻ നടക്കുന്ന ഒരാളുടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു എന്താ ഞാനതിന് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുപോലുള്ള പ്രവൃത്തികൾ എങ്ങനെയാണ് എന്നെ
ചിന്തിപ്പിക്കുന്നത്. എനിക്ക് അവന്റെ മനസാക്ഷിയോ അല്ലെ അവന്റെ ചിന്തകളെയോ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് ഞാൻ ആ സിനാരിയോ ചേഞ്ച് ചെയ്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനു വേണ്ടി വരുന്ന ചെലവുകൾ അത് അവൻ തന്നെ വഹിക്കണം. അത് പൊതു സ്ഥലത്ത് വെച്ച് എന്നോട് മാപ്പ് പറയണം. ഇതൊക്കെയാണ് എനിക്ക് ആവശ്യം. ഞാനത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് അവരെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇനി കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ യൂണിയൻ, ഫെഫ്ക യൂണിയൻ, അതുപോലുള്ള എല്ലാ സംഘടനകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ നന്ദി. ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ ഒരു വിശ്വാസവഞ്ചനയെക്കുറിച്ചുള്ള ഈ വാർത്തയോട് പ്രതികരിച്ചതിന് പ്രസാദ് കാളിദാസൻ ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു. പ്രസാദ് കാളിദാസൻ, എന്താണ് ഈ വാർത്തയുടെ ഇനിയുള്ള ഒരു തുടർച്ചയ്ക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്?